അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ കഴിഞ്ഞ ദിവസം ഒരു ഉമ്മാമ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ശംസിയയുടെ അക്ഷരങ്ങൾ, ഖമരിയയുടെ അക്ഷരങ്ങൾ ഇത് രണ്ടും എങ്ങനെ വേർതിരിച്ച് മനസ്സിലാകുന്നു? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് നമ്മൾ ഓതുന്ന ഈ വിശുദ്ധ ഖുർആൻ, ഇതിലിപ്പോൾ ഒരുപാട് ചിഹ്നങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള നമുക്ക് ഓതാൻ വളരെ സിമ്പിളായിട്ടാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ആ ചിഹ്നങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചില വിഷയങ്ങളൊന്നും ഇപ്പോൾ പാരായണം ചെയ്യാൻ ചില വിഷയങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പം അതിൽപ്പെട്ടതാണ് ശംസിയ, ഖമരിയ. ഇതിങ്ങനെ ഓരോന്ന് നമ്മളിങ്ങനെ എന്ത് ചെയ്യണ്ട, പ്രത്യേകിച്ച് അത് ഡീപ്പായിട്ട് വളരെ വിശദമായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇത് പഠിക്കാം എന്നല്ലാതെ നമുക്ക് ഉള്ളത് തന്നെ ഇപ്പോൾ പഠിക്കാൻ പ്രയാസം, പ്രത്യേകിച്ച് മുതിർന്ന പ്രായമുള്ള ആളുകൾക്കൊക്കെ ഈ ശംസിയ, ഖമരിയ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കാൻ നേരപ്പോൾ നമ്മളിപ്പോൾ അതിന് തന്നെ സമയം ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കിപ്പോൾ ആ പാരായണം ചെയ്യാനപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ വിഷയങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് എങ്ങനെയാണ് പാരായണം, ഇതുവരെ നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത് ഓരോ വിഷയങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ശംസിയ, ഖമരിയ ഇങ്ങനെ ഒരു അക്ഷരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ 28 അക്ഷരങ്ങളുണ്ട്. ഈ 28 അക്ഷരങ്ങളിൽ നിന്നും ഇതൊക്കെ ഇങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ വലിയ പ്രയാസമാണ്. അപ്പോൾ അതിനൊന്നും ഒരു ആവശ്യമില്ല, വളരെ സിമ്പിളാണ് വിഷയം. ഏതായാലും നമുക്ക് തുടങ്ങാം. സൂറത്ത് ഹൂദ് 56-ാമത്തെ ആയത്ത് മുതലാണ്. നമ്മുടെ ഖത്മുൽ ഖുർആന്റെ ക്ലാസ് ആണ്. ഖത്മുൽ ഖുർആൻ ഫാത്തിഹ മുതലുള്ള ക്ലാസ്സുകളാണ്. ഫാത്തിഹ മുതലുള്ള ക്ലാസ് എന്ന് മാത്രമല്ല, ഖത്മ് തീർക്കുന്നതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ സാധാരണക്കാരായ പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്കൊക്കെ ഇനിയൊരു അവസരം നമുക്ക് നിലവിലിപ്പോൾ മദ്രസയിലോ മറ്റോ സൗകര്യങ്ങളൊന്നും ഇപ്പോൾ പോയി പഠിക്കാനുള്ളൊരു നിലവിൽ അങ്ങനത്തെ ഒരു സാഹചര്യമില്ല. അപ്പം അങ്ങനെ ഉള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക, നമ്മളൊക്കെ ഏതായാലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. ഉള്ളത് എന്ത് ചെയ്യുക, ഒന്ന് മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ എല്ലാവർക്കും ഉപകരിക്കും എന്ന നിലക്കാണ് ക്ലാസ്സൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. അല്ലാഹു തആല നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഈമാനോടുകൂടെ, തഖ്വയോടുകൂടെ, ഇഖ്ലാസോടുകൂടെ ക്ലാസ് എടുക്കാനും കേൾക്കാനും പഠിക്കാനും നമുക്കൊക്കെ എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ പഠിക്കുന്നത് പോലെ ഞാനും പഠിക്കുകയാണ്. നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ഒരു സേവനം എന്ന നിലക്ക് നമ്മൾ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഉപകരിക്കുമെങ്കിൽ കൂടുതൽ ആളുകളിലേക്കൊക്കെ, പ്രത്യേകിച്ച് കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ, അനുവാദമുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അയച്ചു കൊടുക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ ഇതിലുണ്ട്. 1-ാമത്തെ ക്ലാസ് മുതൽ നമ്മുടെ പ്ലേലിസ്റ്റിലൊക്കെ നോക്കിയാൽ, സെർച്ച് ചെയ്ത് നോക്കിയാൽ, ഇനി അറിയാത്തവർ, അറിയുന്ന ആരോടെങ്കിലൊക്കെ ഒന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ ജോയിൻ ചെയ്യാം. ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെടാതെ ലഭിക്കുകയും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുകയും ചെയ്യുക. അതിൻ്റെ താഴെ ഉണ്ടാവും സബ്സ്ക്രൈബ് എന്നുള്ള, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. വീഡിയോകളൊക്കെ എന്ത് ചെയ്യുക, പരമാവധി ലൈക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കുക. താഴെ ലൈക്ക് എന്ന് പറഞ്ഞ ഒരു കയ്യിൻ്റെ ഒരു ബട്ടൺ ഉണ്ടാവുമല്ലോ മേലക്കുള്ള, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് തുടങ്ങാം. 110-ാമത്തെ ക്ലാസ്സാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും. ശദ്ദുള്ള നൂന് മണിക്കുക. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും. മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ. ദാബ, ഈ നീട്ടാനുള്ള അക്ഷരം വന്നു. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂന് അല്ലെങ്കിൽ ഷദ് വന്നാൽ അത് മദ് ലാസിമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ആ മദ് ഒന്നും കൂടി പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് നീട്ടേണ്ട ഒരു മദ്ദാണ്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂന് ഷദ് വന്നാൽ അവിടെ പ്രത്യേകം നീട്ടേണ്ട സ്ഥലമാണ്. അതിൽപ്പെട്ടതാണ് എന്ത്, നമ്മൾ യാസീൻ
യാസീൻ അവിടെ മദ് ലാസിമാണ്. യാ എന്നുള്ളിടത്തല്ല, യാ എന്നുള്ള സാധാരണ യാ 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 അവധി യാ യാസീൻ യാസീൻ. സീൻ ഉച്ചാരണത്തിൽ സീ നീട്ടാൻ വന്നു, പിന്നെ അവസാനം സുക്കൂനാണ്. അതുകൊണ്ടാണ് അവിടെ മദ് ലാസിമ് വന്നത്. അത് ഹർഫാണ്, അക്ഷരമാണ്. ഇവിടെ അക്ഷരമല്ല അല്ലേ? നമ്മൾ യാസീൻ്റെ അവിടെ തുടക്കത്തിൽ യാവും സീനുമാണല്ലോ, അത് അക്ഷരമാണ്. ഇവിടെ ഷദ് വന്നു. പിന്നെ 6 ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ്. കുറക്കാനും കൂട്ടാനും പറ്റൂല. ആ രൂപത്തിലാണ് മദ്. ഇതുപോലെ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. അപ്പോൾ അവിടെ അവിടെ നീട്ടണം. ഇതിന് കാരണം ശേഷമുള്ള ശബ്ദമുള്ള അക്ഷരമല്ല, ലാമിന് ശബ്ദാണ്. പിന്നെ ലീൻ എന്നുള്ളിടത്ത് എന്താണ്? അവിടെ ലീന് നൂന് പിന്നെ മദ് ലാസിമല്ല, അത് സ്ഥിരമായിട്ടുള്ള സുക്കൂനല്ല. സ്ഥിരമായിട്ട് സുക്കൂൻ ഉണ്ടെങ്കിലേ മദ് ലാസിമാവുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അവിടെ നിർത്തിയപ്പോൾ സുക്കൂൻ ചെയ്തതാണ്. സ്ഥിരമായിട്ട് ഇപ്പം യാസീൻ എന്നുള്ളിടത്ത് നിർത്തി ഓതിയാലും നിർത്താതെ ഓതിയാലും ആ നൂന് സുക്കൂനാണ്. അപ്പോൾ അവിടെ നിർത്തി യാസീൻ നിർത്തി. അടുത്ത ഓതാണ് വൽ ഖുർആനിൽ ഹകീം. ഞാൻ അവിടെ നിർത്താതെ ഓതുകയാണെങ്കിലും ആ നൂനിന് സുക്കൂൻ തന്നെ അവിടെ വരിക. യാസീൻ വൽ ഖുർആനിൽ ഹകീം. നിർത്തുക എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക, അതിനാണ് നിർത്തുക എന്ന് പറയുക. അപ്പൊ അവിടെ ശ്വാസം വിട്ടാലും വിട്ടിട്ടില്ലെങ്കിലും അവിടെ സുക്കൂൻ തന്നെയാണ്. നേരെ മറിച്ച് വലല്ലാലീൻ എന്നുള്ളടത്ത് അവിടെ നിർത്താതെ ഓതുകയാണെങ്കിൽ ഇങ്ങനെ അടുത്ത സൂറത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ വലല്ലാലീൻ അവിടെ നിർത്തി. ഇനി നിർത്താതെ ഓതുമ്പോൾ വലല്ലാലീന അലിഫ് ലാം മീം. ഇനി ബിസ്മി ഓതുന്നെങ്കിൽ വലല്ലാലീന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ അവിടെ ആ നീട്ടൽ വരൂല. അത് മദ് ആരിന്നാണ്. പുതിയ നിർത്തുമ്പോൾ വരുന്ന മദ്ദാണ് ലീ എന്നുള്ളിടത്ത്. വലല്ലോ എന്നുള്ളിടത്ത് എന്താണ്? മദ് ലാസിമാണ്, നിർബന്ധമാണ്. അത് 6 ഹർക്കത്ത് അഥവാ 3 അലിഫിന്റെ ഖദർ നീട്ടൽ നിർബന്ധമാണ്. അപ്പൊ ഇത് അവിടെയാണ് ഇപ്പോൾ പറഞ്ഞത്. ദാബത്തിൻ നമ്മൾ പലപ്പോഴും അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മദ്ദാണ്. ما من دابة إلا هو آخذ بناصيتها. آخذ അവിടെ കണ്ടില്ല, അവിടെ ഒരു ചിഹ്നം, അവിടെ മീമിന്റെ ചിഹ്നം കണ്ടില്ലേ? മീമിന്റെ വാല് നേരെ നിവർന്നിട്ടല്ല താഴോട്ട് പോയ മീമ്, കുറച്ചുകൂടി നേരെ കുറച്ച് മുകളിലായിട്ട് വരും. അത് ആ മീമ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്ന അർത്ഥത്തിലാണ്. ഇവിടെ ഈ നൂന് ആഖിദുൻ എന്ന ഒരു തെൻവീൻ ഉണ്ടായിരുന്നു. തെൻവീനിന്റെ പകരം മീമ് കൊണ്ടുവരണം, ശേഷമുള്ള ബ ആയതുകൊണ്ട്. ഇഖ്തിലാബിന്റെ അക്ഷരമാണ് ബ അല്ലേ? അപ്പോൾ ആഖിദുൻ എന്ന് പറയുന്നതിന് പകരം ആഖിദും മീമ് കൊണ്ടുവരിക. ആഖിദും ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. ഒന്നുകൂടി. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ
إن ربي على صراط مستقيم فإن تولوا فقد أبلغتكم ما أرسلت به إليكم فإن تولوا فقد أبلغتكم ما أرسلت به إليكم ويستخلف ربي قوما غيركم ولا تضرونه شيئا إن ربي على كل شيء حفيظ فإن تولوا فقد أبلغتكم ما أرسلت به إليكم ويستخلف ربي قوما غيركم ولا تضرونه شيئا إن ربي على كل شيء حفيظ ولما جاء أمرنا نجينا هودا തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്ത് നിർത്തേണ്ടത് ഹൂദ. ഈ സ്റ്റോപ്പ് ചെയ്യാന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴും നിർത്തുന്നത് വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. ഹൂദൻ എന്ന് പറയുന്നത് കാരണം എപ്പോഴും സംഗതി നമ്മൾ നിർത്തുമല്ലോ. എവിടെയാണ് നിർത്തുന്നത് അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തൻവീൻ ഫത്ഹാണ് കൊടുക്കുന്നത്. ഹൂദൻ എന്ന് പറയുന്നത് ഹൂദ. നേരെ മറിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? സുക്കൂന് കൊടുക്കണം. നീട്ടാനുള്ളിടത്ത് നീട്ടുക. വല്ലദീൻ നൂനിന് അവസാനം നീട്ടാനൊന്നുമില്ല. നൂന് അപ്പോൾ അവിടെ നൂനിന് സുക്കൂൻ കൊടുക്കുക. തൊട്ട് മുമ്പ് നീട്ടാനുള്ളത് അവിടെ നീട്ടുക. അവിടെ നേരത്തെ പറഞ്ഞല്ലോ മദ് ആരിൽ വരുന്നു. നിർത്തുന്ന സ്ഥലത്ത് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാണെങ്കിൽ ആ സ്ഥലം നീട്ടണം. ആ ഒരു പുതിയ മദ് ഉണ്ടാവും. അവിടെ നിർത്തുകയാണെങ്കിലും ഉണ്ടാവുള്ളൂ. വല്ലദീൻ അവിടെ നിർത്തുന്നില്ലെങ്കിലോ വല്ലദീന ആമനു അവിടെ കണ്ടില്ലേ? അവിടെ നിർത്തിയപ്പം ആമനു നൂ എന്ന് പറഞ്ഞു. കാരണം നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. വല്ലദീന ആമനു മഅഹു ബിറഹ്മ. ഹാത്തായിരിഞ്ഞ് തൻവീന ഫത്ഹ ആയാലും ഗസറായാലും ഒന്നുമില്ല. അവിടെ അവസാനം സുക്കൂനുള്ള ആയിട്ട് മാറ്റണം. ബിറഹ്മ മഹ് എന്ന് പറയില്ല. ബിറഹ്മഹ് എന്ന് പറയില്ല. ബിറഹ്മ എന്നല്ല മഹ് ഒരു ഹാന് സുക്കൂൻ കൊടുത്തിട്ട് പറയണം. കാരണം കൂട്ടി പറയാൻ പാടില്ല. കാരണം കുറച്ച് പറയാം. ബിറഹ്മ നിർത്തുന്നില്ല എങ്കിൽ ബിറഹ്മതിൻ മിന്നാ വനജ്ജൈനാഹും മിൻ അദാബിൻ ഗലീൽ ولما جاء أمرنا نجينا هودا والذين آمنوا معه برحمة منا ونجيناهم من عذاب غليظ وتلك عاد جحدوا بآيات ربهم وعصوا رسله واتبعوا أمر كل جبار عنيد وتلك عاد جحدوا بآيات ربهم وعصوا رسله واتبعوا أمر كل جبار عنيد. ഇനി നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ശംസിയ ഖമരിയ
വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. വഉത്ബിഉ ഫീ ഹാദിഹി ദുനിയാ في هذه الدنيا لعنة ويوم القيامة هذه الدنيا ഇവിടെ കണ്ടില്ലേ വയൗമൽ ഖിയാമ ഇവിടെ കണ്ടില്ലേ ഒരു സ്ഥലത്ത് ലാമിന് സുക്കൂൻ ഉണ്ട് ഒരു സ്ഥലത്ത് ലാമിന് സുക്കൂൻ ഇല്ല ഇതന്നെ വ്യത്യാസം അതിലിപ്പോൾ പ്രത്യേകമായിട്ട് ശംസിയുടെ അക്ഷരങ്ങൾ ഖമരിയുടെ അക്ഷരങ്ങൾ നമ്മൾ വേർതിരിച്ചിങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഖുർആൻ ഓതുന്ന സാധാരണ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മുസാഫിലൊക്കെ ആ ലാമിന് സുക്കൂൻ മറ്റുള്ള മുസാഫിലൊക്കെ ഉണ്ടാവും അല്ലേ ലാമിന് സുക്കൂൻ ഹാദിഹി ദുനിയ ഹാദിഹിൽ എന്നില്ല ലാമിന് സുക്കൂൻ ഉണ്ടോ ഇല്ല ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ സുക്കൂനോട് കൂടി പറയാം ഇല്ലെങ്കിൽ പറയണ്ട ഇത്രേ വ്യത്യാസമുള്ളൂ വേറെ ഇപ്പം നമ്മൾ ആ ശംസിയുടെ ഖമരിയുടെ അക്ഷരങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല ഹാദിഹി ദുനിയ ഈ അക്ഷരം ഏതാണ് ദാല് ദാല് എന്താണ് ശംസിയുടെ അക്ഷരമാണ് ശംസിയുടെ അക്ഷരങ്ങൾക്ക് മുഴുവൻ എന്തില്ല ലാമിന് സുക്കൂൻ ഉണ്ടാവില്ല ഖമരിയുടെ അക്ഷരത്തിന് മുഴുവനും ലാമിന് സുക്കൂൻ ഉണ്ടാവും അത് മനസ്സിലായല്ലോ ഖമരിയുടെ അക്ഷരത്തിന് മുഴുവനും ശേഷമുള്ള അക്ഷരം ഖമരിയാണെങ്കിൽ ലാമിന് സുക്കൂൻ ഉണ്ടാവും ഇല്ലെങ്കിൽ സുക്കൂൻ ഉണ്ടാവില്ല ഇനിയിപ്പോൾ അതൊന്നും ശംസിയ ഖമരൊന്നും ഇപ്പം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഏതൊക്കെ ഇനി ശംസിയുടെ അക്ഷരങ്ങളാണ് ഇതിപ്പോൾ ദാലിപ്പോൾ ശംസിയുടെ അക്ഷരമാണ് ഖാഫ് ഖമരിയുടെ അക്ഷരമാണ് എന്നിപ്പോൾ ഇങ്ങനെ ഓരോന്ന് പഠിക്കേണ്ട അത് പഠിക്കേണ്ട ആവശ്യം ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ സുക്കൂനോട് പറയാം ഇല്ലെങ്കിൽ അടുത്ത അക്ഷരം നോക്കിയിട്ട് പറയാം ഏത് ഹാദിഹിൽ എന്ന് ലാമിന് സുക്കൂൻ ഉണ്ടോ ഇല്ല ലാമിന് സുക്കൂൻ ഇല്ല പിന്നെ ആ അലിഫും ഹംസത്ത് അതിൻ്റെ ഇടയിലുള്ള ഹംസത്തുൽ വസിൽ അത് ഏതായാലും ചേർത്തി വായിക്കുമ്പോൾ അതിന് മുമ്പുള്ള പദം ശേഷമുള്ള പദത്തോട് ചേർത്തി വായിക്കുമ്പോൾ ഹാദിഹി എന്ന പദം പിന്നെ അദ്ദുനിയ എന്ന പദത്തോട് ചേർത്തി വായിക്കുമ്പോൾ അവിടെ ആ ഹംസത്തുൽ വസിൽ ആ എന്ന ആ ഒരു അക്ഷരത്തിൻ്റെ ആ ഒരു അലിഫുണ്ടല്ലോ ആ അലിഫ് അവിടെ ഉച്ചരിക്കൂല പിന്നെയുള്ളത് ലാമാണ് ലാമിന് സുക്കൂൻ ഉണ്ടോ സുക്കൂൻ ഉണ്ടെങ്കിൽ ലാമോട് കൂടെ പറയും ഹാദിഹിൽ എന്ന് പറയും ലാമിന് സുക്കൂൻ ഇല്ലാത്തതോടെ ലാമും ഒഴിവാക്കുക അടുത്ത അക്ഷരം ഏതാണ് ദാല് ദാലിന് ശബ്ദുണ്ട് ആ ശബ്ദത്തോട് കൂടെ പറയാം ഹാദിഹി ദുനിയ ഇത്രയേ പണിയുള്ളൂ ഇപ്പം നമ്മൾ അത് കാണാ പഠിച്ചുകൊണ്ട് ഇപ്പം നമുക്ക് കാണാ പഠിച്ചാലോ ഓതാൻ കഴിയുള്ളൂ എന്നൊന്നും നമ്മൾ നോണ്ട എന്നാൽ പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ എന്ത് ചെയ്യുക അത് മനസ്സിലാക്കുകയും ചെയ്യുക അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക ഒന്ന് നോക്കിയാൽ എന്ത് ചെയ്യും അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക ഓരോ അക്ഷരങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക പഠിച്ചാൽ മതി അപ്പോൾ നമുക്ക് സാധാരണക്കാരെ നമുക്കിപ്പോൾ ഓത്ത് പഠിക്കാനിപ്പോൾ പിന്നെ പഠിക്കേണ്ട ആളുകൾക്കൊന്നും ഇപ്പോൾ അത് പഠിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം അപ്പം അങ്ങനെ ചില വിഷയങ്ങൾ ഏതെങ്കിലും വിഷയങ്ങളൊക്കെ നമ്മളിങ്ങനെ അത് ഞാൻ പറഞ്ഞു നമ്മളെ ക്ലാസ് പിന്നെ തുടക്കം മുതൽ പറയുന്നൊരു വിഷയമാണ് ക്ലാസ് ആരും തന്നെ കാണാതെ ഇങ്ങനെ ഓരോന്ന് ബൈഹാട്ടാക്കി പഠിക്കേണ്ട ആവശ്യമില്ല ബൈഹാട്ടാക്കി പഠിച്ചാൽ ഏതെങ്കിലും കാരണവശാലും നമ്മളെ ഓത്ത് തൽക്കാലം നിന്നു അങ്ങനെ ഉണ്ടല്ലോ നമ്മളെ മനസ്സെങ്ങനെ ഓതുന്ന സ്ഥിരമായി ഓതുന്ന ആളുകളൊക്കെ ഓതും ചില ആൾക്കാർക്കുണ്ട് ചിലപ്പോൾ ഒരു ഈമാൻ വരും അപ്പോൾ ഓതും പിന്നെ ഓതലുണ്ടാവും പിന്നെ ആ സംഗതിയൊക്കെ മറന്നു പോകും പിന്നെ എപ്പോഴെങ്കിലൊക്കെ മുസാഫ് എടുത്ത് നോക്കുമ്പോൾ പിന്നെ ആ സംഗതിയൊക്കെ മുമ്പ് പഠിച്ചതൊക്കെ പിന്നെ അത് മനസ്സിൽ നിന്ന് ഒരു പക്ഷെ പോയിട്ടുണ്ടാവും പോകുന്നല്ല പറഞ്ഞ് ചിലപ്പോൾ അത് ഓർമ്മയിൽ നിന്ന് ചിലപ്പോൾ നഷ്ടപ്പെടും അപ്പം നമ്മൾ സംഗതി എന്താണെന്ന് തിരിഞ്ഞ് മനസ്സിലാക്കി ഓതിയാൽ അത് കാലാകാലം നമുക്ക് എന്ത് ചെയ്യും അത് തിരിയും هذه الدنيا لعنة ويوم القيامة ويوم ഇടയിലുള്ള ഹംസത്തുൽ വസ്ൽ ഒഴിവാക്കി പിന്നെയുള്ള ലാമിന് സുക്കൂൻ ഉണ്ടായതുകൊണ്ട് നീണം വയൗമൽ എന്ന് പറയണം ഇത്രേ പണിയുള്ളൂ അലാ ഇന്ന ആദൻ കഫറൂ റബ്ബഹും അലാ ബുഅദൻ ലിആദിൻ ഖൗമി ഹൂദ് وأتبعوا في هذه الدنيا لعنة ويوم القيامة ألا إن عادا كفروا ربهم ألا بعدا لعاد قوم هود وإلى ثمود أخاهم صالحا صالحا قال يا قوم اعبدوا الله
മറ്റൊരു വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. യാ ഖൗമി മിഅ്ബുദൂ എന്നാണുള്ളത്, നീട്ടാനുള്ള അക്ഷരം വന്നു. ബുദു അവിടെ നിർത്തുകയാണെങ്കിൽ ഇങ്ങനെ അതാ യാ ഖൗമി ഇഅ്ബുദൂ അവിടെ നിർത്തി. ഇനി അടുത്ത ഓതാണെങ്കിൽ അല്ലാഹ മാലക്കും, അവിടെ എന്ത് ചെയ്യാ, നിർത്താതെ ഓതാ. യാ ഖൗമി ഇഅ്ബുദൂല്ലാഹ എന്ന് പറയരുത്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ശബ്ദ് വന്നാൽ അല്ലെങ്കിൽ സുക്കൂൻ വന്നാൽ നീട്ടൂല. അള്ളാഹ് എന്നതിന് എന്താണ്, സുക്കൂൻ ശബ്ദാണ്. അപ്പൊ ബുദൂല്ലാന്ന് വായിക്കൂല, ബുദുല്ലാ യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹ്. ഹാ ഇന് സുക്കൂൻ കൊടുത്തു, അവിടെ നീട്ടാൻ കാരണം ഇലാഹ് എന്ന് പറയില്ല, ഇലാഹ്. ഹാ ഇന് സുക്കൂന്. തൊട്ട് മുമ്പ് ആടെന്തുണ്ട്, ഒരു കുഞ്ഞാലിഫ് ഉണ്ട്, നീട്ടാനുള്ള അക്ഷരമാണ്, അതുകൊണ്ടാണ് നീട്ടിയത്. മിൻ ഇലാഹിൻ ഗൈറുഹു മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره هو أنشأكم من الأرض واستعمركم فيها فاستغفروه. ഓരോ സ്ഥലത്ത് ഇങ്ങനെ പറയേണ്ട, ഹംസത്തുൽ വസ്ല് ചേർത്തി ഓതുമ്പോൾ അത് ഉച്ചരിക്കൂല. فاستغفروه ثم توبوا إليه. ആ തൂബൂ എന്നുള്ളിടത്ത് കണ്ടില്ല, നീട്ടാനുണ്ട്. ശേഷമുള്ളൊരു അലിഫ് കണ്ടില്ല, ആ അലിഫിന്റെ മുകളിൽ 0 മാർക്ക് ഉണ്ട്, അത് ഉച്ചരിക്കൂല. ഹംസത്തുൽ വസ്ല് അതും കൂട്ടി വായിക്കുമ്പോൾ ഉച്ചരിക്കൂല. ഇത് പിന്നെ കൂട്ടി വായിച്ചാലും കൂട്ടി വായിച്ചിട്ടില്ലെങ്കിലും ആ അലിഫ് എന്ത് ചെയ്യൂല, ഉച്ചരിക്കൂല. ഈ 0 മാർക്കുള്ള അലിഫ് ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, യാ ഖൗമി ഇഅ്ബുദൂ നിർത്തി. അവിടെ നിർത്തിയപ്പോൾ ആ അലിഫ്, അതിന്റെ വാവിന്റെ ശേഷമുള്ള അലിഫ് ഉണ്ടല്ലോ, ആ അലിഫ് എന്ത് ചെയ്തില്ല, ഉച്ചരിച്ചില്ല. ഞാൻ അവിടെ നിന്ന് ബാക്കി ഓതുമ്പോ അല്ലാഹ് വസ്ലിൻ ഹംസ അതാണ് ഓതിയത്. അതിന്റെ അടിയിലുള്ള ഒരു അലിഫ് കണ്ടില്ല, ആ അലിഫ് ഉച്ചരിച്ചില്ല. അതിന് ചേർത്തി വായിച്ചാലും എങ്ങനെയായാലും അത് പിന്നെ ഉച്ചരിക്കൂല. ഹംസത്തുൽ വസ്ൽ എന്ത് ചെയ്യും, തുടക്കത്തിലാണെങ്കിൽ വായിക്കും. തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തിയിട്ട് പിന്നെ അതാണ് തുടങ്ങുന്നതെങ്കിൽ അതിന് മുമ്പ് തുടങ്ങിയാൽ പിന്നെ യാ ഖൗമി ഇഅ്ബുദൂ അപ്പൊ പിന്നെ ഉച്ചരിക്കേണ്ട ആവശ്യം വരും. നമ്മൾ എവിടെയാണോ പിന്നെ തുടങ്ങുന്നത് ആ തുടക്കം ഹംസത്തുൽ വസ്ലാണെങ്കിൽ അതുപോലെ ഉച്ചരിക്കും, ഇല്ലെങ്കിൽ ഉച്ചരിക്കൂല. ഇവിടെ അധികവും അല്ലേ, ഭൂരിഭാഗം വരുന്ന അക്ഷരങ്ങളും മൂന്നാമത്തെ അക്ഷരം ഹംസത്തുൽ വസ്ലിന്റെ ശേഷമുള്ള മൂന്നാമത്തെ അക്ഷരം ലൊമ്മാണെങ്കിൽ ഇവിടെ ഹംസത്തുൽ വസ്ലിന് ലൊമ്മാണ് കൊടുക്കേണ്ടത്, ഊ എന്നാ കൊടുക്കേണ്ടത്. മൂന്നാമത്തെ അക്ഷരത ബ ആണ്, ബാവിന് ബൂ എന്നുള്ള ലൊമ്മാണ്, അപ്പൊ അതുകൊണ്ട് ഊ എന്ന് കൊടുക്കുക. ഇനി ഫത്ത് ഗസുറ ആണെങ്കിൽ ഈ എന്നാണ് കൊടുക്കേണ്ടത്. ഫത്ത് ആയാലും ഗസർ ആയാലും ഈ എന്നാ കൊടുക്കേണ്ടത്. ഇനി തുടക്കത്തിൽ അലിഫും ലാമും വരുന്നെങ്കിൽ അവിടെ ആ എന്നാ കൊടുക്കേണ്ടത്, അവിടെ മാത്രമേ ആന്ന് വരുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈന്ന് വരും. ലൊമ്മാണെങ്കിൽ ലൊമ്മ് വരും. ഇവിടെ അള്ളാഹു എന്നുള്ളിടത്ത് എന്താണ്, അവിടെ അലിഫും ലാമാണ്, അതുകൊണ്ട് പിന്നെ അള്ളാഹു നമുക്ക് പരിചയമുള്ള പദമാണ്. പിന്നെ അവിടെ എന്താണ്, അലിഫുൽ ലാം ഉള്ളിടത്ത് പിന്നെ ആ എന്ന വായിക്കുക. അല്ലാഹ മാലക്കും, ഇവിടെ കണ്ടില്ലേ, ഹുവ അൻശഅകും മിനൽ അർദ്, ഹുവ അൻശഅകും മിൻ, നൂനിന് സുക്കൂൻ ചെയ്തു, നൂനിന് സുക്കൂൻ ചെയ്തു. ഇനി നമ്മൾ ഓതുമ്പോൾ അൽ അർളി, കാരണം അലിഫുൽ ലാമാണ്. അലിഫുൽ ലാമാണെങ്കിൽ ആ എന്ന് വായിക്കുക. അലിഫ് ലാം അല്ലെങ്കിൽ പിന്നെന്താണ്, മൂന്നാമത്തെ അക്ഷരം അധികവും മൂന്നാമത്തെ അക്ഷരം നോക്കുക. മൂന്നാമത്തെ അക്ഷരത്തിന് ലൊമ്മാണെങ്കിൽ ഇവിടെ
ഹംസത്തുൽ വസ്ലിന് ലൊമ്മ കൊടുക്കുക, ലൊമ്മ അല്ലെങ്കിൽ കസ്ർ കൊടുക്കുക. വസ്തഅമറകും ഫീഹാ ഫസ്തഗ്ഫിറൂഹു فيها فاستغفروه ثم توبوا إليه إن ربي قريب مجيب. وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره هو أنشأكم من الأرض واستعمركم فيها فاستغفروه ثم توبوا إليه إن ربي قريب مجيب. قالوا يا صالح قد كنت فينا مرجوا قبل هذا أتنهانا أن نعبد ما يعبد آباؤنا وإننا لفي شك എന്നുള്ള സുക്കൂൻ ചെയ്യാം. وإننا لفي شك مما تدعونا إليه مريب. قالوا يا صالح قد كنت فينا مرجوا قبل هذا أتنهانا أن نعبد ما يعبد آباؤنا وإننا لفي شك مما تدعونا إليه مريب. قال يا قوم أرأيتم إن كنت على بينة من ربي وآتاني منه رحمة فمن ينصرني من الله إن عصيته فما تزيدونني غير تخسير. ഇവിടെ തർക്കീക്ക് ചെയ്യണം. തഖ്സീർ റാഇന് സുക്കൂൻ, അവസാനം സുക്കൂൻ ചെയ്തു അല്ലേ? തൊട്ടുമുമ്പ് യാ ആണ്. യാന്റെ മുമ്പ് കസർ വന്നാൽ തർക്കീക്ക് ചെയ്യണം. തഖ്സീർ എന്ന് പറയുന്നത് തഖ്സീർ, ഖദീർ, നകീർ, നദീർ, സഈർ. കാരണം എന്താ? റാഇന് സുക്കൂന് തൊട്ട് മുമ്പ് യാ, അതിന് മുമ്പ് കസറാണ്. ഖദീർ റാഇന് സുക്കൂന് തൊട്ട് മുമ്പ് യാ, നീട്ടാനുള്ള യാ, അതിന് മുമ്പ് ഖദീ ഇല്ലേ, ദാലിന് കസർ. ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ എന്ത് ചെയ്യണം? നിർത്തുമ്പോൾ തർക്കീക്കാക്കിയാണ് ഓതേണ്ടത്. ഒന്നുകൂടെ. قال يا قوم أرأيتم إن كنت على بينة من ربي وآتاني منه رحمة فمن ينصرني من الله إن عصيته فما تزيدونني غير تخسير. 64
ويا قوم هذه ناقة الله لكم آية فذروها تأكل في أرض الله കാരണം അള്ളാഹു എന്ന വാക്കിന് ലാ എന്നാണ് ഉച്ചരിച്ചത്. കാരണം എന്താ? അള്ളാഹു എന്ന വാക്കിന് മുമ്പ് കസർ വന്നാൽ ഫീ അർളില്ലാ ഫീ അർളില്ലാ എന്ന് പറയില്ല, ഫീ അർളില്ലാ എന്ന് പറയില്ല. കാരണം അള്ളാഹു എന്ന വാക്കിന് മുമ്പ് കസർ വന്നാൽ ലാ എന്നാ പറയണ്ടത്. ഫീ അർളില്ലാ ولا تمسوها بسوء فيأخذكم عذاب قريب ويا قوم هذه ناقة الله لكم آية فذروها تأكل في أرض الله ولا تمسوها بسوء فيأخذكم عذاب قريب فعقروها فقال تمتعوا في داركم 3 أيام ذلك وعد غير مكذوب فعقروها فقال تمتعوا في داركم 3 أيام ذلك وعد غير مكذوب فلما جاء أمرنا نجينا صالحا والذين آمنوا معه برحمة منا شد الله ميمنون രണ്ടും മണിക്കണം. برحمة منا ومن خزي يومئذ എന്നാണ് നിർത്തിയപ്പം യൗമഇദ് നിർത്തുന്നില്ലെങ്കിൽ യൗമഇദിൻ ഇന്ന റബ്ബക ഹുവൽ ഖവിയ്യുൽ അസീസ് ഇന്ന റബ്ബക ഹുവൽ ഖവിയ്യുൽ അസീസ് فلما جاء أمرنا نجينا صالحا والذين آمنوا معه برحمة منا ومن خزي يومئذ إن ربك هو القوي العزيز وأخذ الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين وأخذ الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين كأن لم يغنوا فيها كأن لم نونشم لامرا ونذيرم كأن ലാമിൻ്റെ സ്ഥാനത്ത് റ ആണെങ്കിലും അങ്ങനെ തന്നെ കഅറ നൂനിൻ്റെ ശേഷം ലാമ റ വന്നാൽ കൂട്ടി വായിക്കുക. മിക്സ് പിന്നെ മണിക്കണ്ട, മിക്സ് ചെയ്യുക, മണിക്കാതിരിക്കുക. കഅല്ലം യഗ്നൗ ഫീഹാ അലാ ഇന്ന സമൂദ്. അവിടെ തൻവീൻ ഫത്ത് അല്ല, തൻവീൻ ഫത്ത് ആണെങ്കിൽ ഇന്ന സമൂദ എന്നാ പറയട്ടെ, തൻവീൻ ഫത്ത് അല്ല. ألا إن ثمود كفروا ربهم ألا بعدا لثمود بعدا لثمود دلي دن എന്ന് പറയുന്നത് കാരണം ലാമുറ വന്ന بعدا لثمود. അവിടെ മീമാണെങ്കിൽ എന്ത് ചെയ്യണം? بعدم നൂന് വാവ് മീമിയ ഇത് ബിഗുന്നയുടെ അക്ഷരമാണെങ്കിൽ ബുഅദം എന്ന് പറയണ്ടേ. ലാം ആയതുകൊണ്ട് ബുഅദല്ലി മതി, ബുഅദൽ എന്ന് പറയുന്നത്. അവിടെ ആണെങ്കിലോ ബുഅദൻ ബുഅദൻ ദൻ ദൻ വ്യക്തമാക്കി. കാരണം ഇലാറിന്റെ അക്ഷരമാണ്, മുമ്പുള്ള ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്.
بعدا ألا بعدا لثمود كأن لم يغنوا فيها ألا إن ثمود كفروا ربهم ألا بعدا لثمود ولقد جاءت رسلنا إبراهيم بالبشرى അവിടെ നീട്ടാണ്ട് رسلنا إبراهيم بالبشرى قالوا سلاما قال سلام അവിടെ ഇഖ്ഫാ ചെയ്യണം സലാമൻ ഖാല സലാം മീമിന് സുക്കൂന് തൊട്ടുമുമ്പ് നീട്ടാണ്ട് അവിടെ നീണം സലാം അത് ആരിൽ നിന്നു فما لبث أن جاء بعجل حنيذ ولقد جاءت رسلنا إبراهيم بالبشرى قالوا سلاما قال سلام فما لبث أن جاء بعجل حنيذ فلما رأى أيديهم لا تصل إليه نكرهم وأوجس منهم خيفة അവിടെ കിട്ടുന്നു മട ഇത് സുക്കൂണുള്ള ഹായിട്ട് മാറി ഖീഫ അവസാനത്തെ അക്ഷരത്തിന് മുമ്പ് ഏതാണ് ഫ ആണ്, നീട്ടാണെന്നില്ല. അതിന്റെ മുമ്പാണ് ഖീ എന്നുള്ളിടത്താണ് നീട്ടാനുള്ളത്. അവിടെ നീട്ടാ സാധാരണ നീട്ടൽ നീട്ടിയമ്മേ. അവസാനത്തെ അക്ഷരത്തിന് മുമ്പ് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാണ്. അവസാനത്തെ അക്ഷരത്തിന്റെ നേരെ തൊട്ട് മുമ്പുള്ള അക്ഷരം ഫാന്റെ സ്ഥാനത്ത് നീട്ടാനുണ്ടെങ്കിൽ നീട്ടേണ്ടുള്ളൂ. قالوا لا تخف إنا أرسلنا إلى قوم لوط فلما رأى أيديهم لا تصل إليه نكرهم وأوجس منهم خيفة قالوا لا تخف إنا أرسلنا إلى قوم لوط. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നുകൂടി ഓതി നോക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഇതിനു മുമ്പ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഓത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ പ്രധാനമായും ഇന്ന് പറഞ്ഞ വിഷയം അലാമിൻ്റെ വിഷയം, നീട്ടാനുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ നൂനിൻ്റെ നിയമങ്ങൾ, മീമിൻ്റെ നിയമങ്ങളൊക്കെ മറ്റു ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല മീനൽ അർളി, അവിടെ ലാമിന് സുക്കൂനുണ്ട്, ശേഷമുള്ളത് ആ എന്നുള്ളതാണ്. അതെന്താണ്? ഖമരിയയുടെ അക്ഷരമാണ്. ഹാദിഹി ദുനിയ, ഇവിടെ അല്ലേ ലാമിന് സുക്കൂന് ഒരിടത്തുണ്ട്, ഒരിടത്ത് ഇല്ല. അപ്പോൾ സുക്കൂൻ ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ പറയാം, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് പറയാം. അത് കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടി തന്നെ വായിക്കുക, ശരിയാവും ഇൻഷാ അല്ലാഹ്. ഒന്ന് ഓതി നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്ത് നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഒരു സഹോദരി ഫാത്തിമ അസീസ് എന്ന് പറയുന്ന സഹോദരി മാതാപിതാക്കളുടെ ആണ്ടിൻ്റെ മാസമാണെന്ന് പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവർക്ക്, അവരുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ട് അവർക്ക് അല്ലാഹു തആല അവരുടെയൊക്കെ ഖബർ
സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ബന്ധപ്പെട്ട എല്ലാവരിൽ നിന്നും ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് റഹ്മാനെ റബ്ബെ അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാൻ. അവർ ഖബറിടം സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. സ്വർഗീയ അനുഭൂതി നിന്റെ റഹ്മത്തിൻ്റെ മലക്കളുടെ സാന്നിധ്യമുള്ള ഖബറൊക്കെ ആക്കി നീ മാറ്റി കൊടുക്കണേ റഹ്മാൻ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പലരുമുണ്ട് റഹ്മാനെ റബ്ബെ. ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ ഇന്ന് ലൈവിൽ രാത്രി വെള്ളിയാഴ്ച രാവാണല്ലോ, ഇൻഷാ അല്ലാഹ് നമുക്ക് ആ സമയത്ത് ദുആ ചെയ്യാം. തുടങ്ങുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും ما من دابة إلا هو آخذ بناصيتها إن ربي على صراط مستقيم فإن تولوا فقد أبلغتكم ما أرسلت به إليكم ويستخلف ربي قوما غيركم ولا تضرونه شيئا إن ربي على كل شيء حفيظ. ولما جاء أمرنا نجينا هودا والذين آمنوا معه برحمة منا ونجيناهم من عذاب غليظ. وتلك عاد جحدوا بآيات ربهم وعصوا رسله واتبعوا أمر كل جبار عنيد. وأتبعوا في هذه الدنيا لعنة ويوم القيامة ألا إن عادا كفروا ربهم ألا بعدا لعاد قوم هود وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره هو أنشأكم من الأرض واستعمركم فيها فاستغفروه ثم توبوا إليه إن ربي قريب مجيب. قالوا يا صالح قد كنت فينا مرجوا قبل هذا أتنهانا أن نعبد ما يعبد آباؤنا وإننا لفي شك مما تدعونا إليه مريب. قال يا قوم أرأيتم إن كنت على بينة من ربي وآتاني منه رحمة فمن ينصرني من الله إن عصيته فما تزيدونني غير تخسير. ويا قوم هذه ناقة الله لكم آية فذروها تأكل في أرض الله ولا تمسوها بسوء فيأخذكم عذاب
قريب فعقروها فقال تمتعوا في داركم 3 أيام ذلك وعد غير مكذوب فلما جاء أمرنا نجينا صالحا والذين آمنوا معه برحمة منا ومن خزي يومئذ إن ربك هو القوي العزيز وأخذ الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين كأن لم يغنوا فيها ألا إن ثمود كفروا ربهم ألا بعدا لثمود ولقد جاءت رسلنا إبراهيم بالبشرى قالوا سلاما قال سلام فما لبث أن جاء بعجل حنيذ فلما رأى أيديهم لا تصل إليه نكرهم وأوجس منهم خيفة قالوا لا تخف إنا أرسلنا إلى قوم لوط صدق الله العلي العظيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم إن شاء الله താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് വലിയ നേട്ടമായിട്ട് മാറും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.